മുത്തശ്ശ, നമുക്ക് തിരിച്ചു പോവാം. ഊരും പേരും അറിയാത്ത ഒരാളുടെ ഫോട്ടോയും കൈവച്ചുകൊണ്ട് ലോകം മുഴുവൻ കറങ്ങി നടന്നാൽ ആളെ കണ്ടെത്താൻ പറ്റുമോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ട്രൈ ചെയ്യാം. എന്നിട്ടും കണ്ടെത്തിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ മരിക്കാം. പറ്റുമോ? പെണ്ണിന്റെ കഴിഞ്ഞ കാല നാറിയ കഥകൾ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും വിവാഹം കഴിപ്പിക്കണം. അത്രയ്ക്കും സന്മനസ്സുള്ളവർ ആരാ ഉള്ളത്? മുത്തച്ഛൻ നോക്കിക്കോ, എന്നെങ്കിലും ഒരു യുവ കോമള കുമാരൻ വരും. ആര്? ഞാനൊരു സത്യം പറയാം. അത് വെച്ചിട്ട് പൊക്കോളൂ. മേനവും മഠത്തിലെ ഉപ്പും ചോറും തിന്നും വളർന്ന ചന്ദ്രസേനല്ലേ? അതേന്ന്. ഇയാളെ താൻ അറിയോ? പിന്നെ എന്റെ നാട്ടുകാരനല്ലേ. ഉറപ്പുണ്ടെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ എന്റെ തൊട്ട അയൽവക്ക. ഈ താടി വടിച്ച് മീശ ഇത്തിരി പിരിച്ചു വെച്ചാൽ ചന്ദ്രസേനൻ തന്നെ. ഇതിനിടയ്ക്ക് നാടകത്തിൽ അഭിനയിച്ചോ? കണ്ടോ മീശയിലും താടിയിലും കൺഫ്യൂഷൻ. എനിക്കൊരു കൺഫ്യൂഷനും. ഇയാളിപ്പോ എവിടെ കാണും? ടൂറില്ലെങ്കിൽ മിക്കവാറും നാട്ടിൽ തന്നെ കാണും. അങ്ങനെ ഇച്ചിരി കമ്പമുള്ള കക്ഷിയാണ്. അടുത്തെങ്ങാനും ഗോവയ്ക്ക് പോയതായിട്ട് അറിയൂ? ഗോവ എന്ന് പറഞ്ഞാൽ തന്റെ നാട്ടിൽ കോമഡിയാണ് ഇത്രയ്ക്ക് ചിരിക്കാൻ. അല്ല, ഈ ഗോവൻ ടൂർ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? സേനന്റെ വീട്ടിൽ യുദ്ധം നടന്ന കേസായി ഗോവ. മാലയിട്ട് ശബരിമലയ്ക്ക് പോകുവാന്ന് പറഞ്ഞ് കക്ഷി നേരെ വിട്ടത് ഗോവയ്ക്കാ. അത്ര വിരുദനാ. എനിക്ക് അയാളൊന്ന് കാണണം. താനും വരൂ ഞങ്ങളുടെ കൂടെ? ശരി. സേനനെ കുറിച്ച് നാട്ടുകാർക്കിടയിൽ നല്ല അഭിപ്രായമില്ലെന്ന് ഭാരതി നമുക്ക് അറിയാലോ. എന്നിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതേ നീ എന്റെ ഒരേ ഒരു പെങ്ങളായതുകൊണ്ടാ. തിന്മ കണ്ട എതിർക്കാൻ പോണ ഒരു സ്വഭാവദോഷമേ ചന്ദ്രസേനുള്ളൂ. അക്കാര്യത്തിൽ അവന് ശത്രുക്കളും കൂടും. അത് ശരിയാ. കുടിയും വലിയും മറ്റു ദുശീലങ്ങളൊന്നും അവനില്ല. എങ്കിൽ പിന്നെ പറഞ്ഞതുപോലെ ചിങ്ങം 18 എന്റെ കല്യാണം നടത്താം. ഇതാ വീട്. വന്നോളൂ. സേനയില്ലേ? പുറത്തു പോയിരിക്ക. ഞാൻ അച്യുതമേ ഷൊർണൂരിന്ന് വരിക. ഇരിക്കൂ. ഓ, എന്താണാവോ വിശേഷിച്ച്? ഇവരോട് പറയണോ? പറയാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ സേന ശബരിമലയ്ക്ക് പോകുവാന്ന് പറഞ്ഞ് ഗോവയ്ക്ക് പോയില്ലേ? അവിടെ വെച്ചുള്ള പരിചയക്കാരാ. പരിചയക്കാരല്ല, അവിടെ വെച്ച് നിങ്ങളുടെ മകൻ മൂലം ജീവിതം നശിച്ച ഒരു പെൺകുട്ടിയുടെ മുത്തച്ഛനാ. നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും. ഇല്ല, ഇത് തന്നെയല്ലേ നിങ്ങളുടെ മോൻ? അതെ. ഐസ്ക്രീമിൽ മയക്കുപൊടിയിട്ടൊരു പെൺകുട്ടിയെ ചതിക്കാൻ എങ്ങനെ അവന് മനസ്സ് വന്നു? എല്ലാം കഴിഞ്ഞില്ലേ മുത്തശ്ശ? ഇനി ഇവിടെ നിക്കണോ? നമുക്ക് പോവാം. ഇനി എന്റെ കുട്ടിക്ക് മറ്റൊരാളെ കണ്ടെത്താനാവില്ലല്ലോ. പെങ്ങളെ, ഞങ്ങൾ ഇറങ്ങുക. തക്ക സമയത്ത് വന്ന് വിവരം പറഞ്ഞ നന്നായി. അതുകൊണ്ട് രക്ഷപ്പെട്ടതേ എന്റെ മകളാ. വരിക, പോവാം. ഇനി എന്താ ചിന്തിക്കണം? എന്നാലും ഒന്നും ചിന്തിക്കാനില്ല. ഇനി ഇതും ആ പെരുവണ്ണാപുരത്തെ ഡോക്ടർ നന്ദകുമാറിനെ കുറിച്ച് പറഞ്ഞ പോലാണോ? മാനക്കേട് ഭയന്നല്ലേ അവള് പലതവണ കള്ളം പറഞ്ഞത്. മുത്തച്ഛൻ ഇപ്പോഴും വിശ്വാസമായില്ല. എന്താ അവിടുത്തെ തറവാട് മഹിമ, എന്താ കുലമാഹാത്മ്യം, എന്താ അന്തസ്, ഇതൊക്കെ വെറുതെ കൊണ്ട് കളയ. കിട്ടിയത് കിട്ടി, വേഗം സ്ഥലപ്പെടാൻ നോക്ക്. വരും മുത്തച്ഛ, തക്ക സമയത്ത് കൊണ്ടുവന്നില്ലേ വിരുന്നുകാരെ? ഇനി എന്താ നോക്കിയിരിക്കുന്നേ? പോയി വിളിച്ചോണ്ട് വരാ സേനെ. എവിടാച്ചാ? അവര് നല്ല പോയി വിളിച്ചോണ്ട് വരാൻ. ഞാൻ എവിടെ പോയി തപ്പു? ഒരു പ്രത്യേക അറിയിപ്പിനായി പൊതുകാര്യ പ്രസക്തനും കലാപ്രേമികളുടെ പ്രിയപ്പെട്ടവരുമായ ശ്രീ ചന്ദ്രസേനൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ശബ്ദം കൂട്ടിയേക്കടാ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഞാൻ പ്രതീക്ഷയിൽ നന്നായിട്ട് കൂയി. ഇന്നെനിക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായാലും സന്തോഷമുണ്ട്. പക്ഷെ ഇന്നലെ നിങ്ങളിൽ ഒരുവനായി ഇവിടെ ഒരു ഇതിലും ശക്തമായിട്ട് കൂവിയിട്ടുള്ളവനാണ് ഞാൻ. കൂവി തെളിഞ്ഞവനാ. അതുകൊണ്ട് തെളിയാത്തവരെ നന്നായിട്ട് ഓരിയിടണം. ശബ്ദം നന്നാവും, അല്ലടോ? താങ്ക് യു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കേരള ജനതയുടെ പുതിയ ആവേശം ശ്രീ ചാലക്കുടി മണികണ്ഠന്റെ കലാപരിപാടികൾ ഉടനടി ആരംഭിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കുറച്ചു മുമ്പ് ഞങ്ങൾക്ക് കിട്ടി. അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു ഓപ്പറേഷനിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അദ്ദേഹം ഈ പരിപാടികൾക്ക് വിടുത്തുക. അത് ഒരു കുറവായി കണക്കാക്കാതെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതാ അദ്ദേഹത്തിന്റെ വണ്ടി നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു.
മണികണ്ഠൻ കീ മണികണ്ഠൻ കീ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ശ്രീ മണികണ്ഠനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മക്കളെ പിടിച്ചേ. എന്റെ ശബ്ദം കീറിയെടുത്തില്ല, പരസ്യമായിട്ട് കളിയാക്കുന്ന പന്നി. കളിക്കരുത്, എനിക്ക് നോവുന്നുണ്ട്. നിന്റെ നാടൻ പാട്ടിനേക്കാൾ നല്ല നാടൻ അടിപണി ഞാൻ കാണിച്ചേരടാ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അടി നിർത്ത്. സേന, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മയ്ക്ക് അവിടെ ആകെ കുഴപ്പാ. വേഗം വാ. എന്ത് കുഴപ്പമാ? അമ്മയ്ക്ക് വിളിക്കുന്നോടാ. നിന്നെ എടുത്തോളാ. വാ. നിന്നെ കുറിച്ച് 100 പരാതികൾ കേൾക്കുമ്പോഴും ഒന്നോർത്ത് ഞാൻ അഭിമാനിച്ചിരുന്നു. ചീത്ത സ്വഭാവമൊന്നും ഇല്ലല്ലോ എന്ന്. ഇന്നതും കേട്ടോ. ആരെന്ത് പറഞ്ഞു എന്നാ അമ്മ ഈ പറയുന്നത്? ശബരിമലയ്ക്ക് പോവാന്നും പറഞ്ഞ് ഇവിടുന്ന് കെട്ടുമെടുത്തിട്ട് ഗോവയ്ക്ക് പോയത് സത്യമല്ലടാ. ഓ ശരിയാണ് എന്ന് കരുതി ഞാനൊരു പെണ്ണിന്റെ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. സ്വന്തം പേരക്കുട്ടിക്ക് വേണ്ടി ഈ തറവാട് തേടി വന്ന് യാചിച്ച ആ കാർന്നവരെ അവിശ്വസിക്കാൻ എനിക്കാവില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാ നീ നശിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ ആ തൊണ്ട ഇടറിയിരുന്നു. അമ്മേ, ദേ നീ മൂലം ഒരാളെ മുറ്റത്ത് വന്ന് കണ്ണീരൊഴുക്കുന്നതാണ് എനിക്ക് കഴിയില്ല. നീ കാരണം ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാനും എനിക്കാവില്ല. ആ കുട്ടി ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയണ്ട. മരുമകളായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. വിളിച്ചോണ്ട് വേടാ അവളെ. ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ നീ എന്റെ മുമ്പിൽ വരരുത്. എനിക്ക് നിന്നെ കാണണ്ട. വയ്ക്കോ. നീ ചിന്തിക്കുന്നത് കല്യാണം മുടങ്ങിയതിനെ കുറിച്ചാണോ? അല്ല, നമുക്ക് ഒരേ റൂട്ട് ചിന്തിക്കാമെന്ന് കരുതിയാ. കല്യാണം മുടങ്ങി എനിക്ക് പുല്ലടാ. അവള് പോയി കഴിഞ്ഞാൽ വേറൊരു പെണ്ണ്. അമ്മയ്ക്ക് പകരം മറ്റൊരു അമ്മയെ കിട്ടില്ലല്ലോ. വിശ്വസിക്കണില്ലടാ എന്നെ. അമ്മ പിണങ്ങിയ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സേന, നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയ അറിയാതെങ്ങാനും ഒരു അറിയാതെ എങ്ങനെയാ ഇത് നടക്കണം? അറിയാതൊന്നും നടക്കില്ലല്ലേ? നീ ഒറ്റൊരുത്തനെ എല്ലാത്തിനും കാരണം ചവിട്ടീന്റെ. ഞാനല്ല, ആരോ നിന്നെ വെച്ച് കളിക്കുന്നുണ്ട് ഉറപ്പാ. ഇനിയിപ്പോ എന്റെ ഛായയുള്ള മറ്റാരെങ്കിലും. ശരിയാ, ആ കൂടെ ഉണ്ടായിരുന്ന പുളവൻ വക്കീല കിളവ മുത്തച്ഛനോട് പറയാ, ഇതാ പെരുവണ്ണാപുരത്തുകാരൻ ഡോക്ടർ നന്ദകുമാറിനെ കുറിച്ച് പറഞ്ഞ പോലെ ആണെങ്കിലോന്ന്. ഡോക്ടർ നന്ദകുമാർ. ചേട്ടാ, ഇതേ പേര് തന്നെയാണല്ലോ ഒന്ന് ഗാനമേളക്കിടയിൽ അടി നടന്നപ്പോഴും ആരാത് ആ ചാലക്കുടി മണികണ്ഠന്റെ ആൾക്കാർ വിളിച്ചു പറഞ്ഞത്. എങ്കിലാ ഡോക്ടറെ കണ്ടുപിടിച്ച് ശരിക്കൊന്ന് കുറഞ്ഞ സത്യം പുറത്തു.